Hello, welcome back to iBroad Education. So, നമ്മൾ ഇന്ന് MS University MA History First Sem Core Paper Ancient and Early Medieval History of India Prehistory to 1206 CE എന്ന് പറയുന്ന കോർ പേപ്പറിലെ MCQ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമുക്കറിയാം നെക്സ്റ്റ് മന്ത് നമ്മളുടെ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് Ancient and Early Medieval India എന്ന് പറയുന്ന കോർ പേപ്പറിന്റെ MA ഹിസ്റ്ററി ഫസ്റ്റ് സെം ട്ടോ. അപ്പം ഈ ഒരു കോർ പേപ്പറിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ചാപ്റ്ററിലെ 30 MCQ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം. നമുക്ക് എക്സാം ആണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സെം ആകുമ്പോൾ നമുക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടാകും, എങ്ങനെയാകും ഈ ഒരു എക്സാമിനേഷൻ എന്നുള്ളതൊക്കെ അല്ലേ. നമ്മൾ ഒട്ടും വറീഡ് ആവേണ്ട യാതൊരു കാര്യമില്ല. ഇവിടെ നമുക്ക് MCQ ആണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും ഈ MCQ ആണ് കേട്ടോ. നമ്മൾ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ നോക്കുന്ന സമയത്ത് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പറയുന്നത് ഈ പറയുന്ന MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ നമുക്കിന്ന് ഈ ആൻഷ്യന്റ് ആൻഡ് ഏർലി മിഡീവൽ ഇന്ത്യയിലെ ആദ്യത്തെ യൂണിറ്റിലെ MCQ ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ആൻഷ്യന്റ് ഇന്ത്യയാണ് നമ്മളുടെ പേപ്പർ. അപ്പോൾ അതിൽ നമ്മളുടെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മളുടെ സോഴ്സസുകളെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. നമ്മളുടെ ഫസ്റ്റ് യൂണിറ്റ് എന്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സസുകൾ അല്ലേ, ആർക്കിയോളജിക്കൽ സോഴ്സസ്, ലിറ്റററി സോഴ്സസുകൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആർക്കിയോളജി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ ഡേറ്റിംഗ് മെത്തേഡുകൾ വരുന്നുണ്ട്, കൂടാതെ എക്സ്കവേഷൻസുകൾ വരുന്നുണ്ട്. അതല്ലാതെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട്, ന്യൂമിസ്മാറ്റിക്സ്, അതുപോലെ തന്നെ ആർട്ട് ഫാക്ട്സുകൾ, അങ്ങനെ ധാരാളം സോഴ്സസുകൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ വരുന്ന മറ്റൊന്നാണ് എന്ത്, ലിറ്റററി സോഴ്സസുകൾ എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമ്മുടെ ഇന്ത്യയിലുള്ളവരും നമ്മളുടെ പുറമെ നിന്ന് എന്ന വിദേശികളായിട്ടുള്ളവരും ട്രാവലേഴ്സ് ആയിട്ടുള്ളവരും ഇവരുടെയൊക്കെ അക്കൗണ്ട്സുകളിൽ നിന്നുമുള്ള ഡാറ്റാസുകൾ എന്താണ് നമ്മൾക്ക് നമ്മളുടെ ഹിസ്റ്ററിയെ, ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയെ റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സോഴ്സസുകൾ ആണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട 30 MCQ ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രയാഗ് പ്രശസ്തി ഓൾസോ നോൺ ആസ് ദ അലഹാബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ വാസ് കമ്പോസ്ഡ് ബൈ ഹൂം ഇൻ സാൻസ്ക്രിറ്റ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ അകത്ത് 3 കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ, പ്രയാഗ് പ്രശസ്തി ഓർ ഓൾസോ നോൺ ആസ് ദി അലഹാബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ. അപ്പൊ 2 കാര്യങ്ങൾ അവിടെ വന്നു കഴിഞ്ഞു അല്ലെ. ഈ പ്രയാഗ് പ്രശസ്തി എന്ന് പറയുന്ന ആ ഒരു വർക്കില് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ക്രിപ്ഷൻ മറ്റൊരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. അത് ഏത് പേരിലാണ്? അലഹാബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ എന്നുള്ള പേരിലാണ് പ്രയാഗ് പ്രശസ്തി അറിയപ്പെടുന്നത്. ദെൻ ആ ക്വസ്റ്റ്യനിൽ തന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. എന്താണ്? കമ്പോസ്ഡ് ഇൻ ഏത് ലാംഗ്വേജിലാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്? സാൻസ്ക്രിറ്റ് ലാംഗ്വേജിലാണ് ഈ അലഹാബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ ഓർ ദി പ്രയാഗ് പ്രശസ്തി കമ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, പ്രയാഗ് പ്രശസ്തി ഓൾസോ നോൺ ആസ് ദി അലഹാബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ വാസ് കമ്പോസ്ഡ് ബൈ ഹൂം ഇൻ സാൻസ്ക്രിറ്റ്. സാൻസ്ക്രിറ്റില് ഈ അലഹാബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ അതല്ലെങ്കിൽ ഈ പ്രയാഗ് പ്രശസ്തി ആരാണ് സാൻസ്ക്രിറ്റില് കമ്പോസ് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേത് ഹരിസേനയാണ്, 2 ചാണക്യ, 3 പാണിനി, 4 മോർ ദാൻ വൺ ഓഫ് ദ എബോവ്. അപ്പോൾ ഇതിൽ ഏതായിരിക്കാം കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക? ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഹരിസേനയാണ് കേട്ടോ. കാരണം ഈ പ്രയാഗ് പ്രശസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സമുദ്രഗുപ്തന്റെ കാലഘട്ടത്തിലുള്ള ഒരു ഇൻസ്ക്രിപ്ഷൻ ആണ്, അല്ലെങ്കിൽ സമുദ്രഗുപ്തന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കോർട്ട് ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള ഹരിസേന നിർമ്മിച്ചിട്ടുള്ള കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്ക്രിപ്ഷൻ ആണ് അലഹാബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ ഓർ ദി പ്രയാഗ് പ്രശസ്തി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ സാൻസ്ക്രിറ്റിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇൻസ്ക്രിപ്ഷനിലൂടെ നമുക്ക് സമുദ്രഗുപ്തന്റെ ഭരണ കാലഘട്ടത്തെ കുറിച്ച് ചില ഡാറ്റാസുകൾ, ചില ഇൻഫോർമേഷൻസുകളൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക,
പ്രയാഗ് പ്രശസ്തി എന്ന് പറയുന്ന ആ ഒരു ഇൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു പേര് കേൾക്കും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് സമുദ്രഗുപ്തനാണ്, മറ്റൊന്ന് അലഹാബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ എന്ന് ഓർത്ത് വെക്കണം. അതുകൂടാതെ ഇത് സാൻസ്ക്രിറ്റിലാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ദെൻ മറ്റൊരു കാര്യം എന്താണ്? സമുദ്രഗുപ്തന്റെ കോർട്ടിയൻ ആയിട്ടുണ്ടായിരുന്ന ഹരിസേനയാണ് ഈ സാൻസ്ക്രിറ്റിലെ ഈ അലഹാബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ അഥവാ പ്രയാഗ് പ്രശസ്തി കമ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും കിട്ടിയല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. റൈറ്റിംഗ്സ് ഓൺ ഹാർഡ് സർഫേസ് സച്ച് ആസ് സ്റ്റോൺസ് ഓർ മെറ്റൽസ് ആർ കോൾഡ്. എന്താണ്? നമ്മൾ ഒരു ഹാർഡ് സർഫേസിൽ റൈറ്റിംഗ്സ് ഉണ്ട്, എഴുതും അല്ലെ. അതായത് ഒരു സ്റ്റോണിലോ അല്ലെങ്കിൽ ഒരു മെറ്റലോ പോലെയുള്ള ഹാർഡ് സർഫേസിലുള്ള റൈറ്റിംഗ്സിനെ നമ്മൾ എന്താണ് വിളിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓപ്ഷൻ എ എക്സ്കവേഷൻ, ഓപ്ഷൻ ബി ഇൻസ്ക്രിപ്ഷൻസ്, ഓപ്ഷൻ സി മാനുസ്ക്രിപ്റ്റ്, ഓപ്ഷൻ ഡി മോർ ദാൻ വൺ ഓഫ് ദ എബോ. അപ്പോൾ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടാവുക? നമുക്ക് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണല്ലേ. സ്റ്റോണ് അല്ലെങ്കിൽ മെറ്റൽസിൽ എഴുതുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് തിങ്ക് ചെയ്യാം ഇതിൽ ഏത് ഒരു ഓപ്ഷനുമായിട്ടായിരിക്കും അത് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് വരുന്നുണ്ടാവുക. തീർച്ചയായിട്ടും ഓപ്ഷൻ ബി ഇൻസ്ക്രിപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലേ. കാരണം ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കാണല് എങ്ങനെയാണ്? ഒരു ഹാർഡ് സർഫേസിലാണ് ഈ ഒരു ഇൻസ്ക്രിപ്ഷൻസ് എപ്പോഴും കിടക്കുക അല്ലെ. അതിപ്പോൾ കോപ്പർ പ്ലേറ്റുകൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ ആയിക്കോട്ടെ, ഇപ്പൊ സ്റ്റോൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെറ്റൽസ് കൊണ്ടുള്ള ഒരു ഹാർഡ് സർഫേസിലുള്ള റൈറ്റിംഗ്സിന് നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഇൻസ്ക്രിപ്ഷൻസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, Who of the following had excavated the Buddhist site of Nalanda University? എന്താണ് നളന്ദ യൂണിവേഴ്സിറ്റി? ആൻഷ്യൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഇന്റർനാഷണലി ഏറ്റവും പ്രശസ്തമായിട്ടുണ്ടായിരുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു, ഒരു ബുദ്ധിസ്റ്റ് യൂണിവേഴ്സിറ്റി ആയിരുന്നു നളന്ദ യൂണിവേഴ്സിറ്റി. സോ താഴെ പറയുന്നവരിൽ ആരാണ് നളന്ദ യൂണിവേഴ്സിറ്റി എക്സ്കവേറ്റ് ചെയ്തത് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓപ്ഷൻസുകൾ നോക്കാം. ഓപ്ഷൻ എ ആർ ഡി ബാനർജി, ഓപ്ഷൻ ബി ഡോക്ടർ മാക്കെ, ഓപ്ഷൻ സി ഡോക്ടർ സ്റ്റെയിൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോ. ഇതിൽ ആരായിരിക്കും നളന്ദ യൂണിവേഴ്സിറ്റി ആദ്യമായിട്ട് എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത്? ഓക്കെ, ഇവിടെ ആർ സി ബാനർജി വരുന്നത് ഹാരപ്പൻ എക്സ്കവേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. സോ ഹാരപ്പൻ സിവിലൈസേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൺ ഓഫ് ദ ലാർജസ്റ്റ് സിറ്റി ആയിട്ടുള്ള മോഹൻജദാരോ ആദ്യമായിട്ട് എക്സ്കവേറ്റ് ചെയ്യുന്നത് 1921 ആർ ഡി ബാനർജിയാണ്. അതുപോലെ തന്നെ ഡോക്ടർ മാക്കെയും മോഹൻജദാരോയുടെ എക്സ്കവേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് വരുന്നത്. അദ്ദേഹം 1938 ഡോക്ടർ മാക്കെ മോഹൻജദാരോ എക്സ്കവേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഡോക്ടർ സ്റ്റെയിൻ ഹി വാസ് വൺ ഓഫ് ദി ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റ് ആയിരുന്നു. ദെൻ അപ്പൊ ഇതിൽ ആരായിരിക്കും വരുന്നുണ്ടാവുക? ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ആരും തന്നെയല്ല നളന്ദ യൂണിവേഴ്സിറ്റി എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഓപ്ഷൻ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ് എന്നുള്ളതാണ്. ദെൻ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് സർഫേസ് വുഡ് ബി ദ പ്രൈമറി സോഴ്സ് ഫോർ ദിസ്? അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് സോഴ്സസ് ആണ് നമ്മൾ പ്രൈമറി സോഴ്സസ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഓപ്ഷൻ എ Early India, a book by Romila Thapar. Option B, a study on the religious practices of the Harappan civilization. Option C, a museum with a collection of artifacts from the Harappan period. Option D, more than one of the above. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇതല്ലേ. നമുക്ക് പ്രൈമറി സോഴ്സസ് എന്താണ്? നമ്മൾ ഒരു സൈറ്റ് എക്സ്കവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ലഭിക്കുന്ന തെളിവുകൾ അല്ലെ, ആ എവിഡൻസുകളാണ് നമ്മളുടെ പ്രൈമറി സോഴ്സസ് എന്ന് പറയുന്നത്. ഇവിടെ ഏർലി ഇന്ത്യ എ ബുക്ക് ബൈ റൊമില ഥാപ്പർ എന്ന് പറയുമ്പോൾ നമുക്കത് പ്രൈമറി സോഴ്സ് ആയിട്ട് കണക്കാക്കാൻ സാധിക്കുമോ? ഇല്ല അല്ലെ. കാരണം ഏർലി ഇന്ത്യയുടെ അല്ലെങ്കിൽ ഏൻഷ്യൻ ഇന്ത്യയുടെ ചരിത്രം റൊമില ഥാപ്പർ രചിക്കുമ്പോൾ അതിൻ്റെ അകത്ത് അത് എന്താണ്? അതൊരു സെക്കൻഡറി സോഴ്സ് ആയിട്ട് മാറുന്നുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? എ സ്റ്റഡി ഓൺ ദ റിലീജിയസ് പ്രാക്ടീസസ് ഓഫ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സിവിലൈസേഷനിലെ റിലീജിയസ് പ്രാക്ടീസിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് പ്രൈമറി സോഴ്സ് ആകുമോ? ഇല്ല. ദെൻ മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? എ മ്യൂസിയം വിത്ത് എ കളക്ഷൻ ഓഫ് ആർട്ടിഫാക്ട്സ് ഫ്രം ദ ഹാരപ്പൻ പീരിയഡ്. ഹാരപ്പൻ പീരിയഡിൽ നിന്നുമുള്ള ആർട്ടിഫാക്ട്സുകൾ ഉൾക്കൊള്ളുന്ന ഒരു മ്യൂസിയം. അതാണ് എന്ത്?
പ്രൈമറി സോഴ്സ് ആയിട്ട് വരിക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നമ്മളൊരു സൈറ്റ് എക്സ്കവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ലഭിക്കുന്ന എവിഡൻസുകൾ ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിക്കുക എന്തായിരിക്കും? ആർട്ടിഫാക്ട്സുകളായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആർട്ടിഫാക്ട്സുകളാണ് എന്താണ് നമ്മളുടെ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹാരപ്പൻ പീരിയഡിലെ ആർട്ടിഫാക്ട്സ് കളക്ഷൻസ് ഉള്ള ഒരു മ്യൂസിയം എന്ന് പറയുമ്പോൾ അതാണ് ഇവിടുത്തെ പ്രൈമറി സോഴ്സ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ് വരിക? ഓപ്ഷൻ സി, എ മ്യൂസിയം വിത്ത് എ കളക്ഷൻ ഓഫ് ആർട്ടിഫാക്ട്സ് ഫ്രം ദ ഹാരപ്പൻ പീരിയഡ് എന്ന് പറയുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ദെൻ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഐനി അക്ബരി പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ഡാഷ്. അതായത് ഐനി അക്ബരി എന്ന് പറയുന്ന ലിറ്റററി സോഴ്സസ് എന്തിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് നമുക്ക് നൽകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓപ്ഷൻ എ, എക്കണോമിക് കണ്ടീഷൻസ്. ഓപ്ഷൻ ബി, കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്. ഓപ്ഷൻ സി, റിലീജിയൻ ആൻഡ് ഫിലോസഫി. ഓപ്ഷൻ ഡി, മിലിറ്ററി അക്കൗണ്ട്സ്. അപ്പം ഇതിൽ ഏതായിരിക്കും ഐനി അക്ബരി വരുന്നത്? ഐനി അക്ബരി ആരുടെ വർക്കാണ്? ഏത് കാലഘട്ടത്തിലെ വർക്കാണ് ഐനി അക്ബരി എന്ന് പറയുന്നത്? ഐനി അക്ബരി മുഗൾ കാലഘട്ടത്തിൽ കമ്പോസ് ചെയ്തൊരു വർക്കാണ്. 16th സെഞ്ചുറിയിലാണ് ഈ ഐനി അക്ബരി കമ്പോസ് ചെയ്യുന്നത്. ആൻഡ് നമുക്ക് അക്ബറിന്റെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ലിറ്റററി സോഴ്സസ് കൂടിയാണ് അബുൽ ഫസലിന്റെ ഐനി അക്ബരി എന്ന് പറയുന്ന വർക്ക്. സോ അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഇവിടെ വരുന്നത് എക്കണോമിക് കണ്ടീഷൻസ് ആണ് കേട്ടോ. അതായത് അക്ബറിന്റെ കാലഘട്ടത്തിലെ എക്കണോമിക് കണ്ടീഷൻസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വർക്കാണ് അബുൽ ഫസലിന്റെ ഐനി അക്ബരി എന്ന് പറയുന്ന വർക്ക്. ആ പേര് തന്നെ ഉണ്ടല്ലോ, ഐനി അക്ബരി, അതായത് അക്ബർ അല്ലെ. അപ്പൊ അവിടെ നമുക്ക് നമ്മൾ മനസ്സിലാക്കണം, ദ ഗ്രേറ്റ് അക്ബർ എംപററിനെയാണ് നമ്മളിവിടെ നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഐനി അക്ബരി വാസ് റിട്ടൺ ബൈ. ഞാൻ ഇപ്പൊ ഇതിന്റെ ആൻസർ പറഞ്ഞു കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് വേഗം നോക്കാം. ഓപ്ഷൻ എ അക്ബർ, ഓപ്ഷൻ ബി ഫൈസി, ഓപ്ഷൻ സി അബുൽ ഫസൽ, ഓപ്ഷൻ ഡി രാജ തൊദർമാൽ. ഇതിൽ ആരാണ് ഐനി അക്ബരി എഴുതിയിട്ടുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, ഓപ്ഷൻ സി അബുൽ ഫസൽ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ നമ്മൾ ഐനി അക്ബരി എന്ന് കേൾക്കുമ്പോൾ രണ്ട് വ്യക്തികളെ ഓർത്ത് വെക്കുക. ഒന്നാമത്തേത് ഐനി അക്ബരി എന്ന് പറയുമ്പോൾ അതിലെ അക്ബർ, രണ്ടാമത്തേത് അത് എഴുതിയിട്ടുള്ള അബുൽ ഫസൽ. ഓക്കെ, ദെൻ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് മിൽസ് ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ? അപ്പോൾ ഇന്ത്യയിലെ ഒരു ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻ ആയിരുന്നു ജെയിംസ് സ്റ്റുവർട്ട് മിൽ, ജെഎസ് മിൽ അല്ലെ. ഈ ജെഎസ് മില്ലിന്റെ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്ന വർക്കിൽ അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളിൽ ഏതാണ് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, നോട്ട് ട്രൂ, ശരിയല്ലാത്ത കാര്യം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ജെയിംസ് മില്ലിന്റെ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് കാര്യമാണ് ശരിയല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കാം. Option A, it founded the traditional institutions of India static and retrogressive. Option B, the analysis made by Mill suited the needs of imperial government. Option C, it became a textbook on India for the British officers of the Indian civil services at Haileybury College. Option D, it was not informed by the English utilitarian philosophy. ഇതിൽ ഏതായിരിക്കും വരുന്നുണ്ടാവുക? അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഇറ്റ് വാസ് നോട്ട് ഇൻഫോംഡ് ബൈ ദ ഇംഗ്ലീഷ് യൂട്ടിലിറ്റേറിയൻ ഫിലോസഫി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതിന് മുകളിൽ പറഞ്ഞിട്ടുള്ള 3 ഓപ്ഷൻസുകളും ജെഎസ് മില്ല് അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. Then നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. In which major rock edict of Emperor Ashoka we find the description of neighbor countries? അപ്പോൾ അശോകന്റെ ഏത് മേജർ റോക്ക് എഡിക്ട്സിലാണ് നമുക്ക് നമ്മളുടെ അയൽ രാജ്യങ്ങളെ കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസുകൾ കാണാൻ സാധിക്കുന്നത്? അപ്പോൾ നമുക്കറിയാം അശോകന്റെ എഡിക്ട്സുകളിൽ മേജർ റോക്ക് എഡിക്ട്സുകളുണ്ട്, മൈനർ റോക്ക് എഡിക്ട്സുകളുണ്ട് അല്ലെ. അശോകൻ ധാരാളം എഡിക്ട്സുകൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. സോ ഇവിടെ ഓപ്ഷൻ എ ഫസ്റ്റ്, ഓപ്ഷൻ ബി 5th, ഓപ്ഷൻ സി 8th, ഓപ്ഷൻ ഡി 13th. നമ്മൾ അശോകന്റെ മേജർ റോക്ക് എഡിക്ട്സുകൾ പറയുമ്പം പ്രധാനമായിട്ടും 14
മേജർ റോക്ക് എഡിക്ട്സ് അതിൻ്റെ അകത്ത് വരുന്നത് 14 അപ്പം ഈ 14 ഈ പറയപ്പെടുന്ന 4 ഏതായിരിക്കും നമുക്ക് നെയ്ബർ കൺട്രീസിനെ കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷനുകൾ നൽകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇവിടെ ഓപ്ഷൻ ഡി 13th ആണ് കേട്ടോ. 13ാമത്തെ മേജർ റോക്ക് എഡിക്ട്സിലാണ് നമുക്ക് നമ്മുടെ നെയ്ബറിംഗ് കൺട്രീസിനെ കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസുകൾ കാണാനായിട്ട് സാധിക്കുന്നത്. Then next question, the Chinese pilgrim who visited India in the early 7th century was. 7ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തില് ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുള്ള ചൈനീസ് പിൽഗ്രിം, ചൈനീസ് തീർത്ഥാടകൻ ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓപ്ഷൻ എ യുവാൻ ചാങ്, ഓപ്ഷൻ ബി ഫാഹിയാൻ, ഓപ്ഷൻ സി സംഗ്യാൻ, ഓപ്ഷൻ ഡി ഐസിൻ. ഇതിൽ ആരായിരിക്കും 7ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ള ചൈനീസ് തീർത്ഥാടകൻ എന്നാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഓപ്ഷൻ എ യുവാൻ ചാങ് ആണ് 7ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ള ചൈനീസ് പിൽഗ്രിം എന്ന് പറയുന്നത്. ദെൻ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഹു എമംഗ് ദ ഫോളോവിങ് ഹാസ് സോ ഡിഫൈൻഡ് ഹിസ്റ്ററി. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് വ്യക്തിയാണ് ഹിസ്റ്ററിയെ സോ ഡിഫൈൻഡ് ആയിട്ട് വ്യാഖ്യാനിച്ചിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കാൾ ബെക്കർ, ഓപ്ഷൻ ബി GP ഗൂച്ച്, ഓപ്ഷൻ സി ഹെൻറി പിരന്നെ, ഓപ്ഷൻ ഡി JB ബ്യൂറെ. ഇതിൽ ആരാണ്, ഏത് ഹിസ്റ്റോറിയൻ ആണ് ഇവിടെ ഹിസ്റ്ററിയെ സോ ഡിഫൈൻഡ് ഹിസ്റ്ററി ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് GP ഗൂച്ച് ആണ് കേട്ടോ. അപ്പം അദ്ദേഹത്തിന്റെ ഒരു ഡെഫിനിഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഹിസ്റ്ററി ഹാസ് ഹാഡ് അസൈൻഡ് ടു ഇറ്റ് ദ ടാസ്ക് ഓഫ് ജഡ്ജിങ് ദ പാസ്റ്റ്, ഓഫ് ഇൻസ്ട്രക്ടിങ് ദ പ്രസന്റ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഏജസ് ടു കം. അതായത് ഭൂതകാലത്തെ വിലയിരുത്തുക, വരാനിരിക്കുന്ന യുഗങ്ങളുടെ പ്രയോജനത്തിനായിട്ട് വർത്തമാനകാലത്തെ ഉപദേശിക്കുക എന്ന ദൗത്യം ഹിസ്റ്ററി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ GP ഗൂച്ചിന്റെ ഡെഫിനിഷൻ ഓഫ് ഹിസ്റ്ററി ആയിട്ട് പറയുന്നത്. എന്താണ്? ഹിസ്റ്ററി ഹാസ് ഹാഡ് അസൈൻഡ് ടു ഇറ്റ് ദ ടാസ്ക് ഓഫ് ജഡ്ജിങ് ദ പാസ്റ്റ്, ഓഫ് ഇൻസ്ട്രക്ടിങ് ദ പ്രസന്റ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഏജസ് ടു കം. ഭൂതകാലത്തെ വിലയിരുത്തുക, വരാനിരിക്കുന്ന യുഗങ്ങളുടെ പ്രയോജനത്തിനായിട്ട് വർത്തമാനകാലത്ത് ഉപദേശിക്കുക എന്നുള്ള ദൗത്യം ചരിത്രം ഹിസ്റ്ററി നൽകിയിട്ടുണ്ട്. ഇതാണ് GP ഗൂച്ചിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷൻ ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. Then നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വിച്ച് എമംഗ് ദ ഫോളോവിങ് ടെക്സ്റ്റ്സ് ഫർണിഷസ് ദ വാരിയസ് ആസ്പെക്ട് ഓഫ് ഹിസ്റ്ററീസ് ഓഫ് ദ പാലസ് ഓഫ് ബംഗാൾ. അതായത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് ടെക്സ്റ്റ് ആണ് ബംഗാളിലെ പാലന്മാരെ കുറിച്ചിട്ട് ഡിഫറെന്റ് ആസ്പെക്റ്റിൽ പറയുന്ന ടെക്സ്റ്റ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ കുമാരപാല ചരിത, ഓപ്ഷൻ ബി കുവല്യമാല, ഓപ്ഷൻ സി രാമചരിത, ഓപ്ഷൻ ഡി ഗൗഡവാഹു. ഇതിൽ ഏത് ടെക്സ്റ്റ് ആണ് പാലാസ് ഓഫ് ബംഗാളിനെ കുറിച്ചിട്ട് വിവരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് രാമചരിതയാണ് കേട്ടോ. അപ്പോൾ രാമചരിത എന്ന് പറയുന്ന ഏൻഷ്യന്റ് ടെക്സ്റ്റ് ആണ് പാലസ് ഓഫ് ബംഗാളിനെ കുറിച്ചിട്ട് വിവരിക്കുന്ന ടെക്സ്റ്റ് എന്ന് പറയുന്നത്. Then next question, Royal Cemetery was related to dash. റോയൽ സെമിട്രി ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ഊർ, ഓപ്ഷൻ ബി മെംഫിസ്, ഓപ്ഷൻ സി ഖീഷ്, ഓപ്ഷൻ ഡി നിപ്പൂർ. അപ്പം നമ്മൾ ഈ പറഞ്ഞതൊക്കെ എന്താണ്? ആൻഷ്യന്റ് സിറ്റീസുകളാണ് അല്ലേ? ഓക്കെ, അപ്പം ഈ നമ്മുടെ വേൾഡാണ് നമ്മൾ ഇവിടെ പറയുന്നത്. വേൾഡ് ഹിസ്റ്ററിയിലെ ആൻഷ്യന്റ് സിറ്റീസുകളാണ് നമ്മൾ ഇവിടെ പറയുന്നത്, വേൾഡ് സിവിലൈസേഷൻസിലുള്ള. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ പറയപ്പെട്ട ഊർ, മെംഫിസ്, ഖീഷ്, നിപ്പൂർ ഇതിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് റോയൽ സെമിട്രി എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം കറക്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും. ഒരു എക്സാമ്പിൾ തരാം. മെസൊപ്പൊട്ടേമിയയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ ഇത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് കിട്ടും, കാരണം മെസൊപ്പൊട്ടേമിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ് ഊർ അല്ലെ? അപ്പോൾ ഇവിടെ ഉറുമായി ബന്ധപ്പെട്ടതാണ് റോയൽ സെമിട്രി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിയനാർഡോ വൂലെ കണ്ടക്ടഡ് എക്സ്കവേഷൻ അറ്റ്. ലിയനാർഡോ വൂലെ എവിടെയാണ് എക്സ്കവേഷൻ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് എന്നാണ്. ഓപ്ഷൻ എ ഊർ, ഓപ്ഷൻ ബി മോഹൻജൊദാരോ, ഓപ്ഷൻ സി ഹാരപ്പ, ഓപ്ഷൻ ഡി മെംഫിസ്. ഇതിൽ ഏത് ആൻഷ്യൻ സിറ്റിയിലാണ് ലിയനാർഡോ വൂലെ എക്സ്കവേഷൻ നടത്തിയിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്, ഒരു ക്ലൂ കൂടെ തരാം,
എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ആൻഷ്യൻ ബ്രോൺസ് ഏജ് സിവിലൈസേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിറ്റി ആയിട്ടുള്ള ഊർ. അപ്പോൾ ഊറിലാണ് ലിയനാർഡോ വൂളെ തൻ്റെ എക്സ്കവേഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അമിനോ ആസിഡ് ഡേറ്റിംഗ് മെത്തേഡ് വാസ് ഡെവലപ്ഡ് ബൈ. അപ്പം നമ്മൾ ഡേറ്റിംഗ് മെത്തേഡ്സിലേക്ക് വന്നു കേട്ടോ. നമ്മുടെ ആർക്കിയോളജി പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്? എക്സ്കവേഷൻസും എക്സ്പ്ലോറേഷൻസും ഒക്കെ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡേറ്റിംഗ് മെത്തേഡ്സുകൾ എന്ന് പറയുന്നത്. കാരണം ഈ ഡേറ്റിംഗ് മെത്തേഡ്സുകളുടെ ഒക്കെയാണ് നമുക്ക് ഇത് ഏത് കാലത്തേതാണ്, എത്ര കൊല്ലം പഴക്കമുണ്ടാകും, അല്ലെങ്കിൽ ഏത് നൂറ്റാണ്ടിലുള്ളതാണ് എന്നൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലാക്കി എടുക്കുവാനായിട്ട് സാധിക്കുന്നത് ഏതിലൂടെയാണ്? ഈ പറയപ്പെടുന്ന പല ടൈപ്പ് ഓഫ് ഡേറ്റിംഗ് മെത്തേഡ്സിലൂടെയാണ്. ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ടാവും കാർബൺ 14 ഡേറ്റിംഗ് മെത്തേഡ്, അങ്ങനെ ഒരുപാട് അല്ലേ. അപ്പം അതിൽ പെട്ട ഒന്നാണ് അമിനോ ആസിഡ് ഡേറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം ഈ അമിനോ ആസിഡ് എന്ന് പറയുന്ന ഡേറ്റിംഗ് മെത്തേഡ് ഡെവലപ്പ് ചെയ്തെടുത്തത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ജെഫ്രെ എൽബഡ, ഓപ്ഷൻ ബി ബെറോൺ ജെറാഡ്, ഓപ്ഷൻ സി ബിൻഫോർഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇതിൽ ആരാണ് അമിനോ ആസിഡ് ഡേറ്റിംഗ് മെത്തേഡ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്? കറക്റ്റ് ആൻസർ പറയാം. ഓപ്ഷൻ എ ജെഫ്രെ എൽബഡ ആണ് ഇവിടെ അമിനോ ആസിഡ് ഡേറ്റിംഗ് മെത്തേഡ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് അമിനോ ആസിഡ് ഡേറ്റിംഗ് മെത്തേഡ്? അമിനോ ആസിഡ് ഡേറ്റിംഗ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഡേറ്റിംഗ് ടെക്നിക് യൂസ്ഡ് ടു എസ്റ്റിമേറ്റ് ദ ഏജ് ഓഫ് സ്പൈസ്മെൻ ഇൻ പാലിയോബയോളജി, മോളിക്യുലർ പാലിയന്തോളജി, ആർക്കിയോളജി, ഫോറൻസിക് സയൻസ്, ടെഫോണമി, സെഡിമെന്ററി ജിയോളജി ആൻഡ് അതർ ഫീൽഡ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഇത്രയും ഫീൽഡുകളുടെ ഉള്ളിൽ നമ്മൾ ഡേറ്റിംഗ് നോക്കുന്ന ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ കാലഗണന നിർണ്ണയിക്കുന്ന ഒരു മെത്തേഡാണ് ഈ അമിനോ ആസിഡ് ഡേറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പോളൻ ഡേറ്റിംഗ് മെത്തേഡ് ഈസ് ടു ദ ഡേറ്റിംഗ് ഓഫ്. പോളൻ ഡേറ്റിംഗ് അല്ലേ, ഏത് ഡേറ്റിംഗ് ഓഫ് വിച്ച് ഡാഷ് ആണ് അല്ലേ. ഓക്കെ, ഓപ്ഷൻ എ പ്ലാന്റ്, ഓപ്ഷൻ ബി റിവർ, ഓപ്ഷൻ സി ഫ്ലേക്സ്, ഓപ്ഷൻ ഡി സ്ട്രാറ്റ. അപ്പോൾ ഈ കൊടുത്തിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് പോളൻ ഡേറ്റിംഗ് എന്ന് പറയുന്നത്? ഓപ്ഷൻ എ പ്ലാന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതായത് പ്ലാന്റിന്റെ ഡേറ്റ് നമ്മൾ കണ്ടെത്തുന്ന ഒരു ഡേറ്റിംഗ് മെത്തേഡാണ് ഏത്? പോളൻ ഡേറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തിയോഡോലൈറ്റ് ഈസ് ആൻ എക്യുപ്മെന്റ് ഇൻ. തിയോഡോലൈറ്റ് എന്ന് പറയുന്ന എക്യുപ്മെന്റ് എന്താണ്? ഓപ്ഷൻ എ ആർക്കിയോളജി, ഓപ്ഷൻ ബി എപ്പിഗ്രഫി, ഓപ്ഷൻ സി ന്യൂമിസ്മാറ്റിക്സ്, ഓപ്ഷൻ ഡി ഡെമിനോളജി. അപ്പോൾ ഇതിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് തിയോഡോലൈറ്റ് എന്ന് പറയുന്ന എക്യുപ്മെന്റ് വരുന്നത്? അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് ഏതാണ്? ഈ പറയുന്ന എപ്പിഗ്രാഫിയും ന്യൂമിസ്മാറ്റിക്സ് ഒക്കെ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ആർക്കിയോളജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ആർക്കിയോളജി ആണ്. കാരണം ആർക്കിയോളജിയിലാണ് നമ്മൾ തിയോഡോലൈറ്റ് എന്ന് പറയുന്ന എക്യുപ്മെന്റ് യൂസ് ചെയ്യുന്നത്. അതായത് ഇതൊരു പ്രിസിഷൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് കേട്ടോ. അതായത് നമുക്ക് പല ആംഗിൾസിൽ, അതായത് ഹൊറിസോണ്ടൽ ആയിക്കോട്ടെ വേർട്ടിക്കൽ ആയിക്കോട്ടെ, പല ആംഗിൾസിൽ നമുക്ക് മെഷറുകൾ കണക്കാക്കാനുള്ള ഒരു എക്യുപ്മെന്റ് ആണ് തിയോഡോലൈറ്റ് എന്ന് പറയുന്ന എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്കോ സൗണ്ടർ ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ഇൻ. എക്കോ സൗണ്ടർ എന്ന് പറയുന്ന ആ ഒരു ഇൻസ്ട്രുമെന്റ് നമ്മൾ ഏത് ഫീൽഡിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ആർക്കിയോളജി, ഓപ്ഷൻ ബി എപ്പിഗ്രാഫി, ഓപ്ഷൻ സി ന്യൂമിസ്മാറ്റിക്സ്, ഓപ്ഷൻ ഡി സെലനോളജി. ഇവിടെ ആർക്കിയോളജിയിലാണ് നമ്മൾ എക്കോ സൗണ്ടർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് എക്കോ സൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഇറ്റ് ഈസ് എ ഡിവൈസ് ദാറ്റ് മെഷർ ദ ഡെപ്ത് ഓഫ് വാട്ടറിന്റെ ഡെപ്ത് മെഷർ ചെയ്യുന്ന എക്യുപ്മെന്റ് ആണ് ഇവിടെ എക്കോ സൗണ്ടർ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ വാട്ടർ ആകാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ലിക്വിഡ്, അതായത് സൗണ്ട് വേവ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ലിക്വിഡിന്റെ ഒക്കെ ഡെപ്ത് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഇവിടെ എക്കോ സൗണ്ടർ എന്ന് പറയുന്നത്. അപ്പം ഈ എക്കോ സൗണ്ടർ നമ്മൾ ആർക്കിയോളജിയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Then next question, the field director is responsible for the design of the. അപ്പോൾ നമുക്കൊരു എക്സ്കവേഷൻ നടക്കുമ്പോൾ അവിടെ എന്തുണ്ടാകും? ഒരു ഫീൽഡ് ഡയറക്ടർ ഉണ്ടാകും അല്ലേ. ഈ ഫീൽഡ് ഡയറക്ടർ
ഈ ഏത് ഡിസൈനിന്റെ റെസ്പോൺസിബിലിറ്റി ഉള്ള വ്യക്തിയാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ എക്സ്കവേഷൻ, ഓപ്ഷൻ ബി പ്രോജക്റ്റ്, ഓപ്ഷൻ സി സൈറ്റ്, ഓപ്ഷൻ ഡി ഇൻഡസ്ട്രി. ഞാനിപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ ആൻസറും പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എന്താണ്? തീർച്ചയായിട്ടും ഓപ്ഷൻ എ എക്സ്കവേഷനിലാണ്. ഒരു എക്സ്കവേഷന്റെ ഡിസൈനിന്റെ റെസ്പോൺസിബിലിറ്റി ഉള്ള വ്യക്തിയാണ് ഇവിടെ ഫീൽഡ് ഡയറക്ടർ എന്ന് പറയുന്നത്. Then next question, which one of the following are not a excavation tool? താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് എക്സ്കവേഷൻ ടൂൾ അല്ലാത്തത്? ഓപ്ഷൻ എ ഷെയ്ഡ് ക്ലോത്ത്, ഓപ്ഷൻ ബി പ്ലാങ്ക്സ്, ഓപ്ഷൻ സി തിയോഡോലൈറ്റ്, ഓപ്ഷൻ ഡി ഹാമർ. ഇതിൽ ഏതായിരിക്കും? നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു, ഏതുമായി കൊണ്ടോ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സാധനമാണ് എന്ന് അല്ലേ. അതായത് ഇവിടെ തിയോഡോലൈറ്റ് ആണ് എക്സ്കവേഷൻ ടൂൾ ആയിട്ട് വരാത്തത്. അതൊരു എക്യുപ്മെന്റ് ആണ്, പക്ഷേ അതൊരു എക്സ്കവേഷൻ ടൂൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. Then next question, village map is dash. Village map എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ എ സർവേ എക്യുപ്മെന്റ്, ഓപ്ഷൻ ബി എക്സ്കവേഷൻ എക്യുപ്മെന്റ്, ഓപ്ഷൻ സി സൈറ്റ് എക്യുപ്മെന്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ വില്ലേജ് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ഇപ്പൊ നമ്മളൊരു മാപ്പ്, ഇപ്പൊ നമ്മളൊരു എക്സ്കവേഷന് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരുപാട് പ്രൊസീജിയർ ചെയ്യാനുണ്ട് അല്ലേ. പ്ലാനിങ് വേണം, അങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പൊ നമ്മളൊരു ഫീൽഡിലേക്ക്, ഒരു സൈറ്റിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ആ സൈറ്റിൽ നമ്മൾ ഒരു കാര്യം നോക്കും, എന്തോ ഒരു സംഗതി നമ്മൾ ഈ ഒരു സൈറ്റിലൊക്കെ നമ്മൾ ചെയ്യും. അതെന്തായിരിക്കും? സർവേ ആണ് കേട്ടോ അല്ലെ. ഇപ്പൊ നമ്മളൊരു ഫീൽഡിൽ, ഒരു സൈറ്റിൽ നമ്മൾ ആദ്യം അവിടുത്തെ സർവേ എടുക്കും. അപ്പൊ ഇവിടെ വില്ലേജ് മാപ്പ് എന്ന് പറയുന്നത് ഇസ് ആൻ സർവേ അല്ലെ, സർവേ എക്യുപ്മെന്റ് ആണ് വില്ലേജ് മാപ്പ് എന്ന് പറയുന്നത്. കിട്ടിയല്ലോ. ദെൻ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. കീഴടി ആർക്കിയോളജിക്കൽ സൈറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ. കീഴടി എന്ന് പറയുന്ന ആർക്കിയോളജിക്കൽ സൈറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അപ്പോൾ സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഒരു പ്രധാനപ്പെട്ട എക്സ്കവേഷൻ സൈറ്റ് ആണ് കീഴടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഷ്യൻ തമിഴകം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ ഈ പറയുന്ന കീഴടി എക്സ്കവേഷനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. സോ നമുക്ക് ആൻസേഴ്സുകൾ നോക്കാം. എ കേരള, ബി തെലങ്കാന, സി തമിഴ്നാടു, ഡി കർണാടക. ഇതൊക്കെ സൗത്ത് ഇന്ത്യൻ രാജ്യങ്ങളാണല്ലേ. അപ്പം സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സുകളാണല്ലേ. അപ്പം ഇതിലേത് സ്റ്റേറ്റ്സിലാണ് ഈ കീഴടി എന്ന് പറയുന്ന എക്സ്കവേഷൻ സൈറ്റ് നിലവിലുള്ളത്? ഏതായിരിക്കാം? തമിഴ്നാട്ടിലാണ് ഈ കീഴടി എന്ന് പറയുന്ന എക്സ്കവേഷൻ സൈറ്റ് നിലവിൽ ഇന്നും തമിഴ്നാട് ആർക്കിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ കീഴടിയെ കേന്ദ്രമാക്കിക്കൊണ്ട് ധാരാളം എക്സ്കവേഷൻസുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ധാരാളം പുതിയ പുതിയ വിവരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നമുക്കൊരു അയൺ ഏജിന്റെ ഒക്കെ ഒരു തെളിവുകൾ നമുക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നുണ്ട്. അപ്പം അത്രത്തോളം ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു എക്സ്കവേഷൻ സൈറ്റ് കൂടിയാണ് ഏത്? കീഴടി എന്ന് പറയുന്നത്. The next question, the excavations carried out at പട്ടണം സിൻസ്. അപ്പോൾ പട്ടണം എന്ന് പറയുന്ന ഒരു എക്സ്കവേഷൻ സൈറ്റ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും അല്ലേ. അത് കേരളത്തിലുള്ള ഒരു എക്സ്കവേഷൻ സൈറ്റ് ആണ് പട്ടണം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് റോമൻ ട്രേഡുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം ആർട്ടിഫാക്ട്സുകൾ ലഭിച്ചിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് റോമൻ ഗോൾഡ് കോയിൻസുകൾ, പോട്രീസുകളൊക്കെ ലഭിച്ചിട്ടുള്ള കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട എക്സ്കവേഷൻ സൈറ്റ് ആണ് ഏത്? പട്ടണം എന്ന് പറയുന്നത്. അപ്പം ഈ പട്ടണം എക്സ്കവേഷൻ നടക്കുന്നത് ഏത് മുതലാണ്, ഏത് വർഷം മുതലാണ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ 2005, ഓപ്ഷൻ ബി 2006, ഓപ്ഷൻ സി 2008 ആൻഡ് ഓപ്ഷൻ ഡി 2007. ഇതിൽ ഏത് വർഷത്തിലാണ് അല്ലെങ്കിൽ ഏത് വർഷം മുതലാണ് പട്ടണം എക്സ്കവേഷൻസിൽ നടക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇവിടെ 2007 മുതലുണ്ട്, 2007 മുതലാണ് പട്ടണം എക്സ്കവേഷൻസുകൾ നടക്കുന്നത്. അതായത് ദ കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ആണ് 2007 മുതൽ 2015 വരെ പട്ടണം എന്ന് പറയുന്ന സൈറ്റിൽ എന്ത് നടത്തുന്നത്? എക്സ്കവേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ എറണാകുളം ജില്ലയിലാണ് പട്ടണം എന്ന് പറയുന്ന എക്സ്കവേഷൻ സൈറ്റ് സ്ഥിതി ചെയ്യുന്നത്. Then next question, naked ape is a work of. naked ape എന്ന് പറയുന്ന വർക്ക് ആരുടെ വർക്കാണ് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓപ്ഷൻ എ ഡെസ്മണ്ട് മോറിസ്, ഓപ്ഷൻ ബി ഇ ഡഗ്ലസ്, ഓപ്ഷൻ സി പെട്രി. ഇതിൽ ആരാണ് ഈ നേക്ഡ് ആപ്പെ എന്ന് പറയുന്ന വർക്ക് ചെയ്തിട്ടുള്ളത്? ഇവിടെ
നേക്ഡ് ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുവോളജിസ്റ്റിന്റെ സ്റ്റഡിയാണ് കേട്ടോ. അതായത് ഹ്യൂമൻ ആനിമൽസിനെ കുറിച്ചിട്ടുള്ള ഒരു സുവോളജിസ്റ്റിന്റെ സ്റ്റഡിയാണ് നേക്ഡ് ആപ്പ് എന്ന് പറയുന്ന വർക്ക്. ഡെസ്മണ്ട് മോറിസ് ആണ് ഈ ഒരു വർക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വർക്കാണ് കേട്ടോ ഈ നേക്ഡ് ആപ്പ് എന്ന് പറയുന്ന വർക്ക്. അതായത് ഹ്യൂമൻ സ്പീഷീസ് ഒരു എവല്യൂഷണറി പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ടും അല്ലെങ്കിൽ അവിടെ മുതലുള്ള ഹ്യൂമൻ സ്പീഷീസിന്റെ അതിനെ കുറിച്ചിട്ടുള്ള ഒരു എക്സ്പ്ലോറേഷൻസ് ആണ്, ഒരു സുവോളജിക്കൽ എക്സ്പ്ലോറേഷൻസ് ആണ്, സ്റ്റഡിയാണ് നേക്ഡ് ആപ്പ് എന്ന് പറയുന്ന ഡെസ്മണ്ട് മോറിസിന്റെ വർക്ക്. Then next question വരുന്നത് the black soils of India are popularly known as. ഇന്ത്യയിലെ ബ്ലാക്ക് സോയിൽസ്, കറുത്ത മണ്ണ് അല്ലെ, ഈ ബ്ലാക്ക് സോയിൽസുകൾ പോപ്പുലർലി അറിയപ്പെടുന്നത് ഏത് പേരിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ റെഗസ്, ഓപ്ഷൻ ബി റാബി, ഓപ്ഷൻ സി ഗിൽഗൈ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പം ഇതിൽ ഏത് പേരിലാണ് ഇന്ത്യയിലെ ബ്ലാക്ക് സോയിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ റെഗസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദെൻ ഇനി നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ബയോ ക്ലൈമറ്റോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ക്ലൈമറ്റ് ഇൻ റിലേഷൻ ടു. ബയോ ക്ലൈമറ്റോളജി അതൊരു ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലേ. ബയോ ക്ലൈമറ്റോളജി ഒരു പഠനശാഖയാണ് അല്ലേ. അപ്പം ഈ ബയോ ക്ലൈമറ്റോളജി എന്ന് പറയുന്നത് ക്ലൈമറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പക്ഷെ അതിൽ ഏതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണ് എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓപ്ഷൻ എ ലൈഫ്, ഓപ്ഷൻ ബി കൾച്ചർ, ഓപ്ഷൻ സി സൊസൈറ്റി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ ലൈഫ്, കൾച്ചർ, സൊസൈറ്റി ഇതിൽ ഏതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാകാം ഈ ബയോ ക്ലൈമറ്റോളജി എന്ന് പറയുമ്പോൾ? ഇവിടെ നമ്മളുടെ ഒക്കെ ലൈഫുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് ബയോ ക്ലൈമറ്റോളജി എന്ന് പറയുന്നത്. അതായത് ക്ലൈമറ്റ് ആണ് മെയിൻ ഫോക്കസ് എന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് വരുന്ന പോയിന്റ് എന്താണ്? ലൈഫാണ് കേട്ടോ. അപ്പോൾ ബയോ ക്ലൈമറ്റോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് ഹൗ ദ ക്ലൈമറ്റ് എഫക്റ്റ് ലിവിങ് ഓർഗാനിസം ഓവർ ടൈം. അതായത് കാലാന്തരങ്ങളായിട്ട് ഈ ലിവിങ് ഓർഗാനിസം അതായത് ജീവജാലങ്ങളിൽ ഈ ക്ലൈമറ്റ് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്തിട്ടുള്ളത് എന്നതിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് ഇവിടെ ബയോ ക്ലൈമറ്റോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് the earliest reference to human diversity in the populations of India can be traced back to. ഇന്ത്യയിലെ പോപ്പുലേഷൻസിലെ ഹ്യൂമൻ ഡൈവേഴ്സിറ്റിയെ കുറിച്ചിട്ടുള്ള പോപ്പുലേഷൻസിലെ ഏർലിയസ്റ്റ് റെഫറൻസ് വരുന്നത് ഏത് ടെക്സ്റ്റിലാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓപ്ഷൻ എ ഋഗ്വേദ, ഓപ്ഷൻ ബി ഇതിഹാസ, ഓപ്ഷൻ സി പുരാണ, ഓപ്ഷൻ ഡി സ്ക്രിപ്റ്റ്. ഇതിൽ ഏതിലായിരിക്കും വരുന്നുണ്ടാവുക? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കാരണം ഞാനൊരു ക്ലൂ തരാം. ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഏറ്റവും പഴയ ഒരു വേദിക് ടെക്സ്റ്റ് ഉണ്ട്. ആ വേദിക് ടെക്സ്റ്റ് ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ ഏതായിരിക്കും വരുന്നുണ്ടാവുക? നമുക്ക് 4 വേദങ്ങളുണ്ട് അല്ലെ. ഏതൊക്കെയാണ്? ഋഗ്വേദ, യജുർവേദ, സാമവേദ ആൻഡ് അഥർവവേദ. ഈ 4 വേദാസിലെ ഏറ്റവും ആൻഷ്യന്റ് ആയിട്ടുള്ള വർക്ക് ഏതാണ്? ഋഗ്വേദയാണ് അല്ലേ. അപ്പം ഈ ഋഗ്വേദയിലാണ് ഹ്യൂമൻ ഡൈവേഴ്സിറ്റിയുടെ പോപ്പുലേഷൻസിനെ കുറിച്ചിട്ട് പരാമർശിക്കുന്ന ഏർലിയസ്റ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് തന്നിട്ടുള്ളവയിൽ ഏർലിയസ്റ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഋഗ്വേദ ആണ്. ദെൻ നമ്മൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. മാപ്പ് ഈസ് റിലേറ്റഡ് ഇൻ ആർക്കിയോളജി. മാപ്പ് ആർക്കിയോളജിയിൽ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്? ഓപ്ഷൻ എ സൈറ്റ്, ഓപ്ഷൻ ബി ആർട്ടിഫാക്ട്, ഓപ്ഷൻ സി അസംബ്ലേജ്, ഓപ്ഷൻ ഡി ഇൻഡസ്ട്രി. ഇതിലേതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ മാപ്പ് യൂസ് ചെയ്യുക? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ ഇതൊക്കെ. എന്താണ് മാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുക? നമ്മളൊരു ആർക്കിയോളജിയിൽ നമ്മളൊരു എക്സ്കവേഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നു. അപ്പം നമ്മൾ അതിനു വേണ്ടി ആദ്യം കുറച്ച് കാര്യങ്ങൾ ചെയ്യും. ആ കുറച്ച് കാര്യങ്ങളിൽ പെട്ട ഒന്നാണ് മാപ്പ് എന്ന് പറയുമ്പോൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് എക്സ്കവേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സൈറ്റ് വേണ്ടേ അല്ലേ. അപ്പം ഈ സൈറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ മാപ്പ് വരുന്നത്. അതായത് മാപ്പിംഗ്, പല ടൈപ്പ് ഓഫ് മാപ്പിംഗ് മെത്തേഡ്സുകൾ നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ആ മാപ്പ് എന്താണ്? ആർക്കിയോളജിയിൽ സൈറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ മാപ്പ് അല്ലെങ്കിൽ മാപ്പിംഗ്സ് ഒക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? Then നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൊട്ടാസ്യം ആർഗൺ ഡേറ്റിംഗ് മെത്തേഡ് വാസ് ഡെവലപ്ഡ് ബൈ ദ സയന്റിസ്റ്റ് ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ്. പൊട്ടാസ്യം ആർഗൺ ഡേറ്റിംഗ് മെത്തേഡ് ഏത് യൂണിവേഴ്സിറ്റിയിലെ സയന്റിസ്റ്റുകളാണ്
ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കാലിഫോർണിയ, ഓപ്ഷൻ ബി ന്യൂയോർക്ക്, ഓപ്ഷൻ സി കേംബ്രിഡ്ജ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പം ഇതിൽ ഏത് യൂണിവേഴ്സിറ്റിയിലെ സയന്റിസ്റ്റുകളാണ് പൊട്ടാസ്യം ആർഗൺ മെത്തേഡ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതായിരിക്കും വരുന്നുണ്ടാവുക? ഒരു പ്രധാനപ്പെട്ട നമുക്കൊക്കെ അറിയപ്പെടുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഏതായിരിക്കും? ഇവിടെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ സയന്റിസ്റ്റുകളാണ് പൊട്ടാസ്യം ആർഗൺ ഡേറ്റിംഗ് മെത്തേഡ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് പൊട്ടാസ്യം ആർഗൺ ഡേറ്റിംഗ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ്. പൊട്ടാസ്യം ആർഗൺ ഡേറ്റിംഗ് മെത്തേഡ് ഒരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. അത് ഏത് പേരിലാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ KRB, ഓപ്ഷൻ ബി TL, ഓപ്ഷൻ സി C14, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇതിൽ C14 എന്ന് പറയുന്ന ആ ഒരു ഡേറ്റിംഗ് മെത്തേഡ് നമ്മൾക്കൊക്കെ സുപരിചിതമായിട്ടുള്ള ഒരു ഡേറ്റിംഗ് മെത്തേഡ് ആണല്ലേ. ഏതാണത്? കാർബൺ 14 ഡേറ്റിംഗ് മെത്തേഡ്. അപ്പം ഈ കൊടുത്തിട്ടുള്ളവയിൽ ഈ പൊട്ടാസ്യം ആർഗൺ ഡേറ്റിംഗ് മെത്തേഡ് ഒരു ഏത് പേരിലും കൂടിയാണ് അറിയപ്പെടുന്നത്? ഏത് പേരിലായിരിക്കാം? ഓപ്ഷൻ എ KRB മെത്തേഡ് എന്നുള്ളതാണ് ഈ പൊട്ടാസ്യം ആർഗൺ മെത്തേഡ് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ന് പറയുന്നത്. ദെൻ നമ്മൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എത്തുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്: അമിനോ ആസിഡ് ഡേറ്റിംഗ് മെത്തേഡ് ഈസ് ഓൺ. അമിനോ ആസിഡ് ഡേറ്റിംഗ് മെത്തേഡ് നമ്മൾ ഏതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഡേറ്റിംഗ് മെത്തേഡാണ്? ഏതായിരിക്കും വരുന്നുണ്ടാവുക? ഓപ്ഷൻ എ ബോൺ, ഓപ്ഷൻ സി ക്ലേ, ഓപ്ഷൻ സി സ്റ്റോൺ, ഓപ്ഷൻ ഡി ഗ്ലാസ്. ബോൺ, ക്ലേ, സ്റ്റോൺ, ഗ്ലാസ്. ഇതിൽ ഏതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അമിനോ ആസിഡ് ഡേറ്റിംഗ് മെത്തേഡ് വരുന്നത്? ഏതായിരിക്കും? ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളുടെയൊക്കെ ബോർഡിന്റെ അകത്തുള്ളൊരു സംഗതിയാണ്, ഒരു വൈറ്റ് കളറിലൊക്കെ കാണുന്നൊരു സംഗതിയാണ്. ഏതായിരിക്കും? ഞാൻ പറഞ്ഞ ക്ലൂ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കരുതുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ അമിനോ ആസിഡ് ഡേറ്റിംഗ് മെത്തേഡ് ബോണുമായി ബന്ധപ്പെട്ട് നമ്മുടെ എല്ലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നടത്തുന്ന ഒരു ഡേറ്റിംഗ് മെത്തേഡാണ് അമിനോ ആസിഡ് ഡേറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ 30 ക്വസ്റ്റ്യൻസുകൾ MCQ നമ്മൾ നോക്കി, അതിന്റെ ആൻസേഴ്സുകൾ നമ്മൾ നോക്കി അല്ലേ. സോ ഈ 30 ക്വസ്റ്റ്യൻസുകളും നമ്മുടെ ഫസ്റ്റ് യൂണിറ്റുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് യൂണിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള MCQs ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എക്സാംസ് ആണ്, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, ടെൻഷനൊന്നും വേണ്ട കേട്ടോ. കൂളായിട്ട് നമ്മൾ ഈ പറയപ്പെടുന്ന MCQs ഒക്കെ നോക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വളരെ ഈസി ആയിട്ട് നമുക്ക് MS യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെം MA ഹിസ്റ്ററിയുടെ ഈ ഒരു കോർ പേപ്പർ നമുക്ക് പാസ്സാവാനായിട്ട് സാധിക്കും. സോ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇറ്റ്സ് സൈനിങ് ഓഫ് ഐബ്രിഡ് എഡ്യൂക്കേഷൻ. താങ്ക് യു.